നമ്മളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന സൗന്ദര്യപ്പിണക്കം വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ചെറിയൊരു വിഷയം വന്നു. ഭർത്താവ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഭാര്യയോട് ഒരുപാട് മിണ്ടാൻ ശ്രമിച്ചു. പക്ഷെ ഭാര്യ ഒന്നും മിണ്ടിയില്ല. എന്നും സുബഹിക്ക് ഭർത്താവ് എഴുന്നേറ്റ് പള്ളിയിലോട്ട് പോകും. എന്നാൽ അന്ന് ആദ്യം എഴുന്നേറ്റത് ഭാര്യയായിരുന്നു. വുളൂ ചെയ്ത് നിസ്കരിച്ചു. ഭാര്യ അടുക്കളയിലോട്ട് പോയി. 8 മണിയായിട്ടും ഭർത്താവ് എഴുന്നേൽക്കുന്നത് കണ്ടില്ല. ഇത് കണ്ട് റൂമിലോട്ട് ചെന്നു ദേഷ്യത്തിന്റെ സ്വരത്തിൽ ഭർത്താവിനെ വിളിച്ചു, എടേയ് 8 മണിയായി, എഴുന്നേൽക്കുന്നില്ലേ എന്ന്. പക്ഷേ ഭർത്താവ് അനങ്ങിയില്ല. മനസ്സില്ലാ മനസ്സോടെ ഭർത്താവിന്റെ അടുത്ത് പോയി തട്ടി വിളിച്ചു, നിങ്ങളോടല്ലേ പറഞ്ഞത് സമയം ഒരുപാടായി, എഴുന്നേൽക്കുന്നില്ലേ എന്ന്. എന്നാൽ ഭർത്താവ് അപ്പോഴും ഒന്നും അനങ്ങിയില്ല. ആ സമയത്ത് തന്റെ സ്വരം വല്ലാതെ ഇടറാൻ തുടങ്ങി. ഇക്ക എന്നുള്ള വിളി ഉച്ചത്തിലാവാൻ തുടങ്ങി. അതെ, ഇന്നലെ രാത്രി കിടന്ന സമയത്ത് സങ്കടം സഹിക്കവയ്യാതെയോ മറ്റോ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നമുക്ക് വരും. ആ സമയത്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കിടക്കുന്ന ആ സമയം വരെ മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം പിറ്റേ ദിവസം നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നറിയാതെയാണ് നമ്മൾ ഉറക്കിലോട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി ആർക്കെങ്കിലും ഒരു ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ എത്തിച്ചു നൽകുക. നമ്മുടെ കാരണത്താൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ല ഈ ലോകത്ത്.